ഈ ശുശ്രൂഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ ബൊനവെഞ്ചറിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം തുടരുകയാണ്. അപ്പോൾ ഈ നിർദ്ദേശങ്ങളിൽ യേശുനാഥൻ പ്രത്യേകമായി പറയുന്നത്, ഞാൻ സമാധാനമല്ല, വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ കുരിശെടുത്ത് എന്നെ അനുഗമിക്കണം. അങ്ങനെ ചില ചിന്തകൾ അവർക്ക് നൽകുകയാണ്. യേശുനാഥൻ വാളാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ, ക്രിസ്തുവിനെ പ്രതി ജീവിതം ആരംഭിക്കുമ്പോൾ ചിലപ്പോൾ സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയും പോലും നമ്മൾ വേർപെട്ടെന്നിരിക്കും. കാരണം ക്രിസ്തു മാർഗം ഒഴുക്കിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. എല്ലാ മനുഷ്യരും ഒരേ പാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് തിന്മയുടെ പാതയാകുമ്പോൾ അതിനെതിരെ നന്മയുടെ പാതയിൽ സഞ്ചരിക്കാനാണ് യേശുനാഥൻ ആവശ്യപ്പെടുന്നത്. എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയല്ല. ചിലപ്പോഴും ലോകം എപ്പോഴും അതിനിഷ്ടമുള്ളിടത്തേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് സഞ്ചരിക്കാനാണ് ക്രിസ്തു ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു വാള് ഉടലെടുക്കും. ആ വാളെന്ന് പറയുന്ന ഭിന്നിപ്പ് ഉടലെടുക്കും. ചിലപ്പോൾ കുടുംബത്തിൽ ഒരാൾ നന്മയോടെ ജീവിക്കുമ്പോൾ ചുറ്റുമുള്ള മനുഷ്യർക്ക് പോലും അവനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാകും. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിച്ച വ്യക്തികളെ ആദിമ നൂറ്റാണ്ടുകളിൽ സ്വന്തം ഭവനങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ അവർ നാട് കടത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പനും അമ്മയും പോലും മക്കളെ കൊല്ലാൻ നിരൂപിച്ചിരുന്നു. അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ചിന്തയാണ്. അപ്പോൾ അന്ന് ഈ ക്ലേശങ്ങളെല്ലാം അവർ ഏറ്റെടുത്തത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അതേശം പറയും, നിങ്ങൾ നിങ്ങളുടെ കുരിശുമെടുത്ത് തന്നെ വഹിക്കണം. കാരണം ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ജീവിതത്തിൽ ചില ക്ലേശങ്ങളുണ്ടാകും. ഇനി അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ദൈവത്തെ തള്ളിക്കളയാതെ ക്രിസ്തുവുമായി ഞാൻ മുന്നേറണം, അവനെ ഞാൻ സ്വീകരിക്കണം. അപ്പോൾ അവിടെയാണ് വിശുദ്ധ ബൊനവെഞ്ചറിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയായി മാറുന്നത്. വളരെ ചെറുപ്പത്തിലെ യേശുനാഥനെ പിൻചെല്ലാനായി ഫ്രാൻസിസ്കൻ സന്യാസ ജീവിത രീതി പിന്തുടരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ബൊനവെഞ്ചർ. 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇറ്റലിയിൽ ഈ സഭാവസ്ത്രം സ്വീകരിക്കുമ്പോൾ അന്ന് അദ്ദേഹം എടുത്ത തീരുമാനമാണ് ക്രിസ്തുവിനെ പിൻചെല്ലാമെന്ന്. അപ്പം അദ്ദേഹം ജീവിതത്തിലെ സ്വത്തുക്കളും തനിക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളും എല്ലാം ത്യജിച്ചുകൊണ്ടാണ് ഈ ഒരു ജീവിത രീതി എടുത്തത്. ഇവർ മെൻഡിക്കൻ ഓർഡറാണ്, ഇരന്ന് ജീവിക്കുന്ന സഹോദരങ്ങളുടെ ഇതിലേക്കാണ് അദ്ദേഹം കാലെടുത്ത് വെച്ചത്. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം കുരിശിനെ സ്നേഹിച്ചു തുടങ്ങി. പക്ഷേ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം ഒത്തിരി അധികം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം സഭയുടെ വേദപാരംഗതനാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ വിജ്ഞാനത്തിന് ഉറവിടമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കുരിശാണ്. ഞാൻ കുരിശിനെ പഠിക്കുകയും സ്നേഹിക്കുകയും ചെയ്തെന്ന് പറഞ്ഞാൽ, അപ്പോൾ ക്രൂശിനെ അത്രമാത്രം സ്നേഹിക്കുകയും ജീവിതത്തിലുണ്ടായ കുരിശുകളെ ക്രിസ്തുവിനെ പ്രതി സഹിക്കുകയും ചെയ്ത ഈ വ്യക്തി യേശുനാഥനെ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്ന് നമുക്ക് മാതൃകയായിരിക്കണം. അവസാനം അദ്ദേഹം മരിക്കുന്നത് വരെയും സഭയുടെ വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുമ്പോഴും വളരെ എളിമയോടെ ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ കുരിശിനെ സ്നേഹിച്ച് ജീവിക്കുകയായിരുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളെയും അദ്ദേഹം ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചു. അപ്പോൾ ഈ ഒരു സുവിശേഷം ധ്യാനിക്കുമ്പോൾ നമ്മളോട് യേശുനാഥൻ പറയുന്നത് തന്നെ, ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് ക്രിസ്തുവിനെ പ്രതി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാകട്ടെ അല്ലാതെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാകട്ടെ, അതെല്ലാം ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് അതും വഹിച്ചുകൊണ്ട് ഈ ജീവിതത്തെ ക്രിസ്തുവിനോടുകൂടെ അനുഗമിക്കുക. അപ്പോൾ അവനെ സ്വീകരിക്കുന്ന നമ്മളും അവൻ്റെ പുതിയ ജീവിതത്തിലേക്ക് സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ വചനം ധ്യാനിക്കുമ്പോൾ ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.